നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് മുൻകൂട്ടി പറയേണ്ട കാര്യമില്ലല്ലോ, കാണിക്കാം. അപ്പോൾ കാണിച്ച പോരെ. അതിന് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമേ ബെഡ്ഷീറ്റ് കാണിച്ചില്ലേ, ബെഡ്ഷീറ്റ് കാണിച്ചപ്പം ഫാമിലി ഡബിള് കിങ് സൈസ് എന്നാണ് പറഞ്ഞത്. കിങ് സൈസ് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതൊന്ന് കാണിച്ചേക്കാം. കുറേ പേര് ചോദിച്ചു കിങ് എവിടെ. കിങ് ഞാൻ പറഞ്ഞു എൻ്റെ കിങ് വീട്ടിൽ ചളി. അപ്പം ഇതാണ് കിങ് സൈസ് കേട്ടോ. കിങ് സൈസിൻ്റെ മെഷർമെൻറ്റ് ഇത് നൂർത്ത് കാണിക്കാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഇവിടുന്ന് അങ്ങ് എന്താ പറയുക, ഇപ്പം ഇത് കാഞ്ഞിരപ്പള്ളിയല്ല, ഇരാറ്റുപേട്ട വരെ പോകേണ്ടി വരും. അത്ര ദൂരം വരെ പോകേണ്ടി വരും. അത്രയ്ക്ക് ലെങ്താണ്ട് വിക്താണ്ട് 5 പേർക്കൊക്കെ കിടക്കാവുന്ന ബെഡ് അല്ലേ. ഇത് ഒന്ന് നീളമാണേ, ചെറിയുണ്ട് വീതി. ഇനി ഇത് രണ്ടായിട്ട് മടക്കിയിരിക്കുക. വിട്ത് അല്ല, വിട്ത്. ഇത് വിട്ത്. ആദ്യം കാണിച്ചത് ലെങ്ത് അല്ലേ. ഇത് വിട്ത്, ഇത് ലെങ്ത്. തിരിച്ചു പിടിച്ചാൽ കാണിക്കുന്നത്, നല്ല വശം കാണിക്കാൻ വേണം. ഇത് ലൈറ്റ് ഷെയ്ഡാണോ എന്ന് ചോദിച്ചാൽ ലൈറ്റ് ഷെയ്ഡും അല്ല ഡാർക്ക് ഷെയ്ഡും അല്ല എന്ന് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ ദിവസം ബെഡ്ഷീറ്റിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. സൈഡ് അടിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കം മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. ഞാൻ എപ്പോഴും ഇനിയും പറഞ്ഞുണ്ടല്ലോ, എപ്പോഴും കാണുന്നവർ എന്നെ വല്ല ചീത്ത വിളിച്ചിട്ട് ഇട്ടിട്ട് പോകും. അത്രയ്ക്ക് ബോറടിയാണെന്ന് പറയും. എപ്പോഴും അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതെന്നാന്നുള്ള ബെഡ്ഷീറ്റ്. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ്. നല്ല സുഖമാണ്. ആകെയുള്ളൊരു ഡ്രോബാക്ക് സൈഡ്, അതിൻ്റെ ഒരു സൈഡ് അടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് അരിഞ്ഞെട്ടരുത്. ഇതൊരു പ്രശ്നവും ഇല്ല. ഇത് തേരാണ്. ഇതിങ്ങനെ ഊർന്നു പോകത്തോ ഒന്നുമില്ല. അടുത്ത ബെഡ്ഷീറ്റ് ഇതെല്ലാം ഇത് 3 കാണിക്കുന്നുള്ളൂ. 3 കിങ് സൈസാണ്. നല്ല ലൈറ്റ് ഷെയ്ഡും വിത്ത് ഡാർക്ക് ഫ്ലോറൽ പ്രിൻറ്റുമായിട്ട് നല്ല സ്മൂത്താണ്. നല്ല ഞാൻ എപ്പോഴും കാണിക്കുന്നതിൻ്റെ തന്നെ കേട്ടോ. സാറ്റിൻ കോട്ടൺ നല്ല സുഖമാണ്. ഒരു വിധത്തിലും യാതൊരു വിധത്തിലും നിങ്ങൾക്കൊരു എന്നാ പറയുന്നത്, വാഷ് ചെയ്യാനോ കിടക്കുമ്പം ഇറിറ്റേഷൻ ഉണ്ടാകുന്നതോ കളർ ഇളകലോ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല. കാരണം എനിക്ക് പേഴ്സണലി ഉപയോഗിച്ച് നല്ല പരിചയമുള്ളൂ. ഇതിൻ്റെ നമ്മൾ കിങ്ങൊക്കെ കാണിച്ചായിരുന്നു അല്ല, എന്നാ കാണിച്ചേ, ഫാമിലി DC അല്ലേ. ഫാമിലിക്കകത്തൊക്കെ കാണിച്ചാലും ഇതിൻ്റെ കിങ്ങും കൂടെ ഉണ്ടെന്ന് പറയാൻ മറന്നുപോയി. ഇനി എന്നെ പറയാനാ, ഇത്രയേ ഉള്ളൂ. ഉണ്ടോ ഇതിൻ്റെ സൈസ് ഇല്ലേ? സൈസ് ഉണ്ടോ? മെഷർമെൻറ്റ് ഉണ്ടോ? ഇല്ല. കിങ് സൈസ് അത്ര ഓർത്താൽ മതി. ഇനി നമുക്ക് സാരിയിലേക്ക് കിടക്കാം. സാരി കണ്ടിട്ടുള്ള മോഡൽസും ഉണ്ട്, കാണാത്ത മോഡലും ഉണ്ട്. അടിപൊളി സാരികൾ കേട്ടോ. ഞാൻ കാണിക്കുന്ന എല്ലാം അടിപൊളി സാരി അല്ലേ? പറ അല്ലേ. ബനാറസി സാരി കണ്ടിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. റേറ്റ് ഉള്ളതാണ്. വിസ്കോസ് ബനാറസി, വിസ്കോസ് ജോർജറ്റും ബനാറസി ബോർഡറും എന്നാ പറയുന്നത് നീൻസറി ബോർഡറും കൂടെ കൂട്ടിയിട്ടുള്ള വൈറ്റ് വിത്ത് ഇതേതാ കളർ? ചില്ലി റെഡാണോ? ഈ റെഡിന് ചില്ലി റെഡ് എന്നാ പറയുക. എങ്കിൽ ചില്ലി റെഡ് അല്ല, ഒരു പീച്ചും റെഡും കൂടെ ചേർന്ന് ഈ ഒനിയൻ അല്ല, ആ കളറിന് എന്നാ പറയുക, റാണി പിങ്ക് റെഡും കൂടെ കൂടിയൊരു കളറാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. എൻ്റെ തോന്നൽ ശരിയായിക്കൊള്ളണമെന്നോ തെറ്റായിക്കൊള്ളണമെന്നോ ഇല്ല. അടിപൊളി സാരി കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. എനിക്കൊരാവശ്യം വന്നപ്പോൾ ഈ സാരി തപ്പി നടന്നു. ശരിക്കും പറയാം, സത്യം പറയാം. എൻ്റെ കടയുടെ ഇനാഗ്രേഷൻ എനിക്ക് വൈറ്റും റെഡും കൂടെ കോമ്പിനേഷൻ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരിടത്തും കിട്ടിയില്ല. ഞാൻ അലഞ്ഞ് എവിടെയെല്ലാം പോയെന്ന് എനിക്കറിയില്ല, കിട്ടിയില്ല. പിറ്റേ ആഴ്ച ഇതേണ്ട വിളിച്ചുകൊണ്ട് കെട്ട് കണക്കിനിരിക്കും. നമുക്ക് ദേഷ്യം വരാതിരിക്കുമോ? ദേഷ്യം വന്ന് ഞാൻ അടക്കി. പിന്നെ പോയി പണി നോക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കടയിൽ കൊണ്ട് ചുറ്റു അതിൻ്റെ കേട് തീർക്കാൻ. ഇതിന് ബോർഡർ പലത് വരുമായിരുന്നേ, പക്ഷേ ഇപ്പോൾ കാണിക്കാൻ ഈ ബോർഡറേ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പർപ്പിളുണ്ട്, മെറൂണുണ്ട്, എല്ലാം തീർന്നു, സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ഇതുള്ളത് കാണിക്കാമെന്ന് ഓർത്ത്. ഇത് ഒത്തിരി നാളായിട്ട് കാണിച്ചിട്ട്. അന്നൊക്കെ നമ്മൾ ആദ്യമൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡോടുകൂടി ഹിറ്റായി പോയിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. ഇതാണ് മുന്താണി. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ പ്ലെയിൻ വരും, കണ്ടോ? ഇതാണ് ബ്ലൗസിൻ്റെ അറ്റത്തുള്ള ബോർഡർ. നല്ല സാരിയാണ്, നല്ല സൂപ്പർ സാരിയാണ്, ഗ്രാൻഡ് സാരിയാണ്.
എന്നാ പറയുന്നത്, നല്ല കുലീനത തോന്നിക്കുന്ന സാരിയാണ്. വൈറ്റിനൊരു അഴകാണല്ലോ. എനിക്ക് വൈറ്റ് കാണിക്കാൻ എന്നെ ഇഷ്ടമാണെന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കളറ്. ഇതാ വേറൊരു സാരി, അതും ബനാറസി ബോർഡർ വരുന്ന സെമി സിൽക്ക് സാരി. സെമി സിൽക്ക് എന്ന് പറഞ്ഞാൽ റേറ്റ് കുറഞ്ഞ സിൽക്കൊന്നുമല്ല, നല്ല റേറ്റുള്ള സാരിയാണ്. എപ്പോഴും റേറ്റ് കുറഞ്ഞത് തന്നെ കാണിച്ചാലും അല്ലാത്തവർക്കും ഇപ്പോൾ ഒരു നല്ല ഫങ്ഷനൊക്കെ പോകാനുള്ളവർക്കും ഇഷ്ടപ്പെടണ്ടേ. ഇതിപ്പോൾ മെറൂൺ കളർ, മെറൂണും ബ്ലാക്കും മുന്താണി വന്നിട്ട് ഇങ്ങനെ, ഇതിങ്ങനെ, ബ്ലൗസ് ഇതിങ്ങനെ പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ. നല്ല സാരിയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഞാനേ പറ്റുമെങ്കിൽ ഡിസ്പ്ലേ ചെയ്തത് കാണിക്കാം എങ്ങനെ ഇരിക്കുന്ന. ഇത് അടുത്തത് അടിപൊളി സാരിയാണ്. ഇതിൻ്റെ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാം കേട്ടോ. ഡിസ്പ്ലേ ചെയ്തത് മീൻസ് ഡിസ്പ്ലേ ചെയ്തത് എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇതിൻ്റെ ഒരെണ്ണം എടുത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യൂലോ എപ്പോഴേലും ഒക്കെ. ഇപ്പം ഡിസ്പ്ലേ കിടപ്പുണ്ടോ? അല്ല, അഴിച്ചെന്ന് തോന്നുന്നു അല്ലേ. ഇത് മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റാണ് മുന്താണി. ഇങ്ങനെ താഴത്തെ ബോർഡർ വരുമ്പോൾ നല്ല ഇത്രയും വീതിയുണ്ട്. ബ്ലൗസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ബ്ലൗസിൻ്റെ ബോർഡർ, കണ്ടോ. ഇത് ബോർഡർ കൂട്ടി വെച്ചോ കുറച്ച് വെച്ചോ ഒക്കെ വേണമെങ്കിൽ തയ്ക്കാം. ഇത്രയും വെച്ച് തയ്ച്ചാലും കുഴപ്പമില്ല, ചെറിയ സ്ലീവ് ആക്കി തയ്ച്ചാലും കുഴപ്പമില്ല, സ്ലീവ്ലെസ് ആക്കിയിട്ട് ഇത് ഇങ്ങനെ ഇതായിട്ട് വന്നാലും നല്ല രസമാണ്. എങ്ങനെ ചെയ്താലും നല്ലതാണ്, എങ്ങനെ ചെയ്യാനാണെങ്കിലും നല്ലതാണ്. വിസ്കോസ് ബനാറസിയാണ് സാരി. പിന്നെ അത്രയും പൈസ മുടക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് ഇതാ ചന്തേരിയുടെ മെറ്റീരിയലിൽ വരുന്ന സോഫ്റ്റ് ചന്തേരി മെറ്റീരിയൽ വരുന്ന ബനാറസി ബോർഡർ വരുന്ന ചന്തേരിയുടെ ഒരു കോട്ടൺ സ്റ്റഫ് പോലെ ഫീൽ ചെയ്യും. കോട്ടൺ അല്ല, സിൽക്കിയാണ്. ഇത് താഴത്തെ ബോർഡർ, ഇത് മുകളിലത്തെ ബോർഡർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ ലൈൻസ് ആണ്. റേറ്റ് നല്ല കുറവാണ്. ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ വായിക്കും? അത് ആ സ്റ്റേപ്പിൾ അടിച്ചേക്കുന്നതേ ഇച്ചിരി കൂടെയൊക്കെ മുഴുപ്പിലൊന്ന് ഇത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വലിയ പാടാവും. ഇതാണ് ബ്ലൗസ്, ഉണ്ടോ. അതിൻ്റെ അടുത്ത കളർ ഇത് മെറൂണും വയലറ്റും കോൺട്രാസ്റ്റ്. ബ്ലൗസ് ആ സെയിം തന്നെ. ഇതുണ്ട് ചന്തേരിയുടെ മെറ്റീരിയലാണ്. മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്കും, മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയുന്നത് മാംഗോ യെല്ലോയും നേവി ബ്ലൂവും. നല്ലതല്ലേ ഈ കളർ? എല്ലാവർക്കും നല്ലതാണ്. എന്ന് വെച്ചാൽ നല്ല മുഖത്തേക്ക് നല്ല ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് നിറം തോന്നിക്കും. നേവി ബ്ലൂവും രാമഗ്രീൻ പോലത്തെയൊക്കെ ഉള്ളൊരു, അല്ലെങ്കിൽ രാമഗ്രീനോ സഫയർ ബ്ലൂവോ എന്നൊക്കെ പറയാം. രാമഗ്രീൻ അല്ലല്ലേ. ഇതാണ് ഇത്. ഞാനൊരു അടിപൊളി സാരി കാണിക്കാം. അവിടെ നിൽക്കേ. വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു സൂപ്പർ ഐറ്റമാണ്. ഇത് കണ്ടോ, പ്ലെയിൻ സാരിയിൽ ഇങ്ങനെ ബുട്ട കോപ്പർ ബുട്ടായാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള്. നിങ്ങൾക്കിത് സാരിയായിട്ട് വേണമെങ്കിൽ, നല്ല ഫങ്ഷൻ വെയർ സാരിയായിട്ട് വേണമെങ്കിൽ സാരിയായിട്ട് എടുക്കാം, ചുരിദാറായിട്ട് തയ്ക്കാം, സ്കേർട്ടായിട്ട് എടുക്കാം, എന്തിനു വേണമെങ്കിലും എടുക്കാം. ഫുൾ ഇങ്ങനെ പ്ലെയിൻ ആണ്, വിത്ത് ബ്ലൗസ് ഇല്ല, സാരി തന്നെ. നമ്മുടെ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ. അപ്പം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല സൂപ്പർ ഫങ്ഷൻ വെയർ ആക്കി മാറ്റാം. ചുരിദാർ മെറ്റീരിയലാക്കാം, കുർത്തിയാക്കാം, സ്കേർട്ടാക്കാം. എന്തിനാ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അല്ലേ? ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ അല്ലേ? നല്ല രസം കേട്ടോ, നല്ല ഫങ്ഷൻ വെയർ. വിചിത്ര സിൽക്ക് ലൈനിങ്ങും കൂടി ഇട്ടങ്ങ് തയ്ച്ചാൽ മതി, നല്ല ഭംഗിയാണ്. മുന്താണി ഒന്നുമില്ല, ഇങ്ങനെ തന്നെ പ്ലെയിൻ സാരിയിൽ ഈ കോപ്പർ ബുട്ട വന്നിരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ബ്ലൗസ് ഏതിടണമെന്ന് അവനവൻ്റെ ഇഷ്ടത്തിന് ഇടാം. വേണമെങ്കിൽ കോപ്പറിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മെറൂണിൻ്റെ തന്നെ ഇടാം, പ്ലെയിൻ ഇടാം, എന്നെ വേണമെങ്കിലും ഇടാം. നല്ല രസമാണ്. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി. അതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാവേ. ദേ റാണി പിങ്ക്, ഒരു കളറും മോശമില്ല, നല്ല ബുട്ടാജ് ചെയ്തിരിക്കുക, നല്ല രസമാണ് കേട്ടോ.
ഓരോന്നും ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, പ്ലെയിൻ ആയതുകൊണ്ടേ. നല്ല കളറല്ലേ? സത്യം പറഞ്ഞാൽ ഒരു ഉടുപ്പെടുത്തത് ഇത് അയച്ചാലോ ചുരിദാർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കോള് കയറും. ഇത് ബോട്ടിൽ ഗ്രീൻ, രാമ ഗ്രീൻ, കണ്ടോ നല്ലല്ലേ? പർപ്പിൾ. ഇതൊക്കെ യൂണിഫോം ആയിട്ട് വേണമെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ തരാം കേട്ടോ, യൂണിഫോം ആയിട്ടൊക്കെ തരാം. ഇപ്പം നമുക്ക് കല്യാണമൊക്കെ ഉണ്ടെങ്കിലേ പെൺകുട്ടികൾക്കൊക്കെ ഇതായിട്ട് സ്കേർട്ടായിട്ടൊക്കെ തയ്ക്കാം, അങ്ങനെയൊക്കെ നല്ലതാണ്. ഇത് സാരി ഉടുക്കുമ്പം സാരി കാണുന്ന ഭാഗത്താണ് ഈ ബുട്ട വരുന്നത്, സാരി അകത്തോട്ട് പോകുന്ന ഭാഗം പ്ലെയിൻ ആയിരിക്കും. ഡ്രസ്സ് പർപ്പിള്, ഒരു സഫയർ ഗ്രീൻ അല്ലേ, സഫയർ ഗ്രീൻ എന്ന് പറയാം. നല്ല എടുപ്പുള്ള കളറ്. വേറെ കളറാ? ഡാർക്കാണോ ലൈറ്റാണോ തോന്നുന്നത്? ഇച്ചിരി ലൈറ്റായിട്ടാണ് തോന്നുന്നതിനെ കഴിഞ്ഞും ഡാർക്കായി, കാണുന്നതിനെ കഴിഞ്ഞും. ഇപ്പോൾ കണ്ടാലോ വേറെ കളറാണോ തോന്നുന്നത്? ഈ സഫയർ ഗ്രീൻ എന്ന് പറയുന്ന ഒരു സൈസ് ഗ്രീൻ ഷെയ്ഡാണ്. മെറൂൺ, നമ്മളുടെ എപ്പോഴും കാണുന്ന ഫേവറേറ്റ് എവർഗ്രീൻ മെറൂൺ അല്ലേ? എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെറൂൺ. ഇതിപ്പം നമ്മുടെ ഓണം ടൈമൊക്കെ ആയിരുന്നപ്പോൾ ഇതിൻ്റെ സ്കേർട്ടും എന്നിട്ട് വൈറ്റും തിരിച്ച് നേരെ ക്രീം കളറുള്ള സ്കേർട്ടും ഈ ബ്ലൗസും ഒക്കെ ഭയങ്കര ഹിറ്റല്ലായിരുന്നു? അതെന്നും എല്ലാ കാലവും ഹിറ്റാണ്. ഇനി നമ്മളുടെ കാന്ത വർക്ക് ചെയ്ത സാരി കാണിക്കാം. കാന്തയുടെ സെമി സിൽക്ക് സാരി, കാന്ത വർക്ക് ചെയ്ത ഹാൻഡ് വർക്ക് ചെയ്ത സെമി സിൽക്ക് സാരി ഉണ്ടോ? മുന്താണിയാണ് ഈ കാണുന്നത്. കാന്ത വർക്കിനാണ് ഡിമാൻഡ്. അതിനകത്ത് 90% ഹാൻഡ് വർക്കാണെന്നാണ് പറയപ്പെടുന്നത്. എന്തോ ക്രീമ ഗ്രീന് മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. നല്ല എന്നാ പറയുന്നത്, ഒരു വെറൈറ്റി ഐറ്റം. ബ്ലൗസ് വരുമ്പം ഇങ്ങനെ പ്ലെയിൻ വരും, എന്നിട്ട് ആ കാന്ത വർക്ക് കയ്യിൽ ബോർഡറായിട്ട് വരും. ഡിസൈൻ വ്യത്യാസമുണ്ടേ, ക്രീമാണെല്ലാം. ഡിസൈൻ വ്യത്യാസവും അതിൽ പ്രിൻ്റ് വ്യത്യാസമുണ്ട്. പ്രിൻ്റല്ല, കളർ വ്യത്യാസമുണ്ട്. 4 മണിയാവാറായോ? സമയമായി. ഉണ്ടോ? മുന്താണി വരുമ്പോൾ ഇങ്ങനെ മുന്താണിയാണ്. നല്ല രസം, നല്ല ഡാർക്ക്. ഇതുണ്ട്, ഇതൊക്കെ ഹാൻഡ് വർക്ക്. ഒരു സാരിക്ക് ഒരു ദിവസം വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം കൊണ്ട് തീരുമോ? എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് കയ്യുടെ അറ്റത്ത് ബോർഡർ വരും. ബോർഡറല്ല വരുന്നത്, ഇത് ഇങ്ങനെ വരും. ഉണ്ടോ? ഇതാ ബ്ലൗസ്. കൈയുടെ ഈ ഒരു ഭാഗത്ത് 3 ഫ്ലവർ ഇത് ചെയ്ത് വെച്ചിരിക്കുക. അതിനാണല്ലോ കാന്ത വർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു ഷെയ്ഡ്. എല്ലാം ക്രീമല്ല, ഗോൾഡൻ ഷെയ്ഡ്, ചിക്കു ഷെയ്ഡ് എന്ന് പറയില്ലേ, ചിക്കുവിലാണ് വന്നിരിക്കുന്നത്. എന്നും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സാരിയായി കാന്ത വർക്ക് വന്ന സാരി. ഒരിക്കലും ആൾക്കാർക്ക് ഇതിൻ്റെ ഫാഷനും പോകത്തില്ല, ഇതിൻ്റെ പുതുമയും പോകത്തില്ല, ഇതിൻ്റെ മോഡലും പോകത്തില്ല, ഒന്നും പോകത്തില്ല. എന്നും എവർഗ്രീൻ എന്ന് പറയുന്നില്ലേ, നെറ്റ്കോട്ടയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ? ഇതാ ബ്ലൗസ്. ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തിരിച്ചറിയാൻ പറ്റുന്നില്ല എൻ്റെ വ്യത്യാസം എന്നാണ്. ഡിസൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബോഡി ഇങ്ങനെ, മുന്താണി ഇങ്ങനെ. നമ്മൾ ആ ഹാൻഡ് വർക്ക് ചെയ്തവരെയാണ് നമിക്കണ്ടല്ലേ? സത്യമായിട്ടും പറയാം. ഇങ്ങനെ മെനക്കെട്ടിനതൊക്കെ ചെയ്യാം. പിന്നെ അതൊരു രസം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നല്ല മുഴുകി ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ചെയ്താൽ എന്ത് ജോലിയും രസമാകും. കഷ്ടപ്പെട്ട് ചെയ്താൽ, ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്നത്, ബാക്കി എന്നാ പറയുന്നത്, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടതും പിന്നെ പറയാവേ. എനിക്കിങ്ങനത്തെ മനസ്സിലായി എന്ന് പറയാൻ മനസ്സിലായത് മനസ്സിലാകാതെ പോകുന്നു. മനസ്സിലായോ?
സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള സോക്കേട് എന്താ പറയോ 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 ഇങ്ങനെ ഒന്ന് ചോദിക്കും. എന്നിട്ട് പറയും സൈക്കിൾ റാലി പോലൊരു ലോറി റാലി ഇങ്ങനെ പറയും, അങ്ങനെ പറയും, ഇങ്ങനെ ഓരോന്ന് പറയും. അല്ലേ ഇങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ ഓർക്കും. പൊട്ടത്തരങ്ങൾ മാത്രം കാണിച്ച് വട്ടായിരുന്നല്ലേ. വട്ടുള്ളവരാരും വട്ടുണ്ടെന്ന് സമ്മതിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. വട്ടുള്ളവരല്ല ഇതൊക്കെ ചിന്തിക്കുന്നത്, ബോധമുള്ളവരാണ്. ബോധമില്ലാത്തവർക്ക് ചിന്തയില്ലല്ലോ. കാണുന്നു ആ ഭൂലോകം പുറത്തെടുക്കരുത്. കറുപ്പ്, ബ്ലാക്ക് അല്ല നേവി ബ്ലൂ, ആഷ്, അങ്ങനെയാണ് ഇതിൽ കൂടെ പോയിരിക്കുന്ന ഒരു ഡിസൈൻ. ഇതിന് റേറ്റ് വ്യത്യാസം, ഇതിലേതോ 1-2 റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അത് നമ്മൾ ആയിട്ടിടുന്ന റേറ്റ് വ്യത്യാസമല്ല, മാനുഫാക്ചറർ ഇടുന്ന റേറ്റ് വ്യത്യാസം, നമ്മളിട്ടല്ല കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഇത് ആദ്യം കണ്ടതിൻ്റെ പോലത്തെ തന്നെ മോഡലാണ്. ബ്ലൗസ് ഇങ്ങനെ വരുന്നത്, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ബ്ലൗസിൻ്റെ കയ്യെ പിടിപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. കാണിച്ച സാരിയെല്ലാം നല്ല സൂപ്പർ സാരിയല്ലായിരുന്നു. വേഗം ബുക്ക് ചെയ്തോ, ഹോൾഡ് ചെയ്യാൻ പറയരുത്. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. നമുക്ക് കിട്ടേണ്ടവർക്ക് കിട്ടത്തുമില്ല, നമുക്ക് സെയിലാകേണ്ടത് സെയിലാകത്തുമില്ല, ആളെ ഒട്ട് കാണത്തുമില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ. അതെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എന്നും ചോദിക്കാൻ മറന്നു. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ടിയിട്ടൊന്നുമല്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ. താങ്ക് യു.